അപ്പോൾ മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായി ലൂസിഫറിൽ ലാലേട്ടന്റെ ഡയലോഗിന് മറു ഡയലോഗോ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു താരത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആലത്തൂർ സ്വദേശിനി ലിയയാണ് വീഡിയോയ്ക്ക് 1 മില്യൺ അടിച്ച് താരമായിരിക്കുന്നത്. ഓ വന്നോ? എവിടായിരുന്നു? എന്നും പറഞ്ഞിട്ട് ആരപ്പ അവന്റെ കടയും കൊണ്ട് പോയതാ. സത്യം പറ മനുഷ്യ, എവിടെയായിരുന്നു നിങ്ങള്? അപ്പൊ കൂട്ടുകാരുടെ കറക്കവും കള്ളൂടിയും. എന്റെ ദൈവമേ, ഞാൻ ചിട്ടി പിടിച്ചുണ്ടാക്കിയ വളയാലോ. ഹലോ, നമസ്കാരം. മോഹൻലാലിന്റെ സിനിമ ലൂസിഫർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സിനിമയാണ്. ആ സിനിമയിലെ ഡയലോഗ് മറ്റൊരു തരത്തിലേക്ക് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്ന ഒരു താരമുണ്ട്. ആ താരത്തെ അന്വേഷിച്ച് പല ഗ്രൂപ്പുകളിലും ആ താരം ആരാണ് എന്നൊന്നും തിരിച്ചറിയാതെ ആളുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആ താരത്തിൻ്റെ വീട്ടിലാണുള്ളത്. ആ താരമാണ് നമ്മോടൊപ്പം ഉള്ളത്. അവർ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ലിയയാണത്. ലിയ ഇപ്പോൾ ഏതാണ്ട് ഒരു 1 മില്യണൊക്കെ അടിക്കാറായി അല്ലേ? അതെ, 1 മില്യൺ ആവാറായി. എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത്? ഇത് നമ്മളിപ്പോൾ കോമഡി വീഡിയോസ് ചെയ്യുന്നുണ്ട്, കോമഡി ഷോയിലൊക്കെ പങ്കെടുക്കണമുണ്ട്. ഇപ്പോൾ ഞാൻ മഴവിൽ മനോരമയിലൂടെയാണ് ആദ്യം വന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അമൃതയിൽ ചെയ്തു, പിന്നെ ഫ്ലവേഴ്സിൽ ഇത് ഐറ്റം വേറെ ചെയ്തു. ഇപ്പോൾ പുതിയ ഷോ ഒക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് എല്ലാവരും ചെയ്യണതിനേക്കാളും എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മുടെ ഗംഗയെന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, മണിച്ചിത്രത്താഴ്, അതാദ്യം ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമത് ഇതുവരെ ചെയ്യാത്തതാണെന്ന് ആലോചിച്ച് ഞങ്ങളുടെ ഫ്ലവേഴ്സിൽ തന്നെ ഗ്രൂമറായിട്ടുള്ള രതീഷ് കാരക്കേട് അദ്ദേഹമായിട്ട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ സാറിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഒരു ഐഡിയ പറഞ്ഞു. സാറേ, ലൂസിഫറിലൊരു ഭാഗം അങ്ങനെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, എന്നാൽ ആദ്യത്തെ എല്ലാ ഡയലോഗും കൂടെ ചെയ്യൂ, അപ്പോൾ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴാണ് ശരിക്കും നല്ല പാടുള്ള പരിപാടിയാണ്. നമ്മൾ ലാലേൻ്റെ ഡയലോഗൊക്കെ ഹിറ്റായിട്ടുള്ള ഡയലോഗൊക്കെ എഴുതി. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് എങ്ങനെ പറഞ്ഞാൽ ഇതാവും എന്നുള്ളത്, സാധാരണ ഒരു വീട്ടമ്മയാണെങ്കിട്ടുള്ള ഭാര്യയാണെങ്കിൽ എങ്ങനെ പറയും? ഇപ്പോൾ വന്നിട്ട് ലാലേട്ടൻ വന്നിട്ട് നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറയുമ്പോൾ സാധാരണ ഭാര്യയാണെങ്കിൽ എന്ത് പറയും? നിങ്ങൾക്കൊക്കെ എന്റെ അച്ഛനെ കണ്ട് പഠിച്ചൂടെ? തന്റെ തന്തയല്ല, എന്റെ തന്ത. അല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ആങ്ങളും പെങ്ങളും ആവായിരുന്നല്ലോ. അങ്ങനെ എനിക്ക് ഈ പ്രശ്നമുണ്ടോ? ഇത് പിന്നെ ഭർത്താവായി പോയില്ലേ എന്റെ ദൈവമേ. അപ്പോൾ ബിസിനസ്സിനെ കുറിച്ച് പറയണ്ടേ? ഈ ബിസിനസ് നീ ചെയ്യില്ല, സ്റ്റീഫനും ചെയ്യില്ല, അപ്പോൾ ഏത് ബിസിനസ് ഇടും? ഭാര്യമാര് ഞാൻ ആലോചിച്ച് നൈറ്റി ബിസിനസ്, അത് സാധാരണ വീട്ടമ്മമാർ ചെയ്യണമല്ലോ. നമ്മൾ തിരുപ്പൂര് പോയി നൈറ്റി ഇറക്കുന്നു, റോഡ് സൈഡിലിട്ട് വിൽക്കുന്നു. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നൈറ്റി ബിസിനസ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്നല്ലേ. അത് ഇതിപ്പോൾ ഒരു സപ്പോർട്ട് അൻഷാദ് നമ്മളൊപ്പം ചേരുന്നുണ്ട്. അൻഷാദ് ഇവരുടെ ഭർത്താവാണ്. ലിയ എങ്ങനെ ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ട്? എങ്ങനെ എപ്പോഴും ഭാര്യയ്ക്ക് പിന്തുണയായിട്ട് ഒപ്പം ഉണ്ടല്ലോ? അതെ, ഈ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം മുതൽ മൊത്തം പിന്തുണയായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. ഇവള് വലിയൊരു ലെവലിൽ എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ മാക്സിമം എല്ലാ സപ്പോർട്ടും എന്നിൽ നിന്നുണ്ടാവും. ഹലോ, എന്തേലും ഒന്ന് പറഞ്ഞിട്ടോ? നിങ്ങളുണ്ടോ ബിസിനസ്? ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീയും ചെയ്യില്ല. എന്തെങ്കിലും ജോലിക്കാര്യം പറഞ്ഞ മാസ ഡയലോഗ് അടിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ഒരൊറ്റ പോക്കാം. നീ ഉച്ചയ്ക്ക് പാലിലങ്ങ് തീ പിടിച്ചെന്ന് പറഞ്ഞ ഉണ്ണാൻ വരുമല്ലോ, അപ്പൊ ഞാൻ പിടിച്ചോളാം. എന്തായാലും എല്ലാവർക്കും നല്ല വിജയാശംസ നേരുന്നു. നല്ല ഉഷാറാക്കൂ. എന്തായാലും മില്യൺ അടിച്ചു എന്നാണ് പറയുന്നത്. 1 മില്യൺ അടിച്ചു. അപ്പോൾ ഇനി ഇത് കുറച്ചുകൂടി 2 മില്യനൊക്കെ ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വീഡിയോകളുമായി ലിയക്ക് മുന്നേറാൻ കഴിയട്ടെ. പ്രഭു ബാലനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. അത് ശരിയാണല്ലോ, ലിയ ചെയ്തിരിക്കുന്നത് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ഈ സ്ഥിരം കാണുന്ന റീൽസിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുണ്ട്. പിന്നെ കുറെയൊക്കെ അതിന്റെ എഡിറ്റിങ്ങും അതിനകത്ത് വലിയൊരു പങ്ക് മാത്രമല്ല, റിയാലിറ്റി ഷോസിലേക്ക് ഫ്ലവേഴ്സിലടക്കം വന്നിട്ടുണ്ട്. അടിപൊളി അപ്പോൾ 1 മില്യൺ അടിച്ചു. നമ്മുടെ ശ്രീത്ത് പറഞ്ഞതുപോലെ ഇനി ഒരുപാട് ആളുകൾ ഉണ്ടാവട്ടെ, കാണട്ടെ. അതൊരു തരംഗമായി തന്നെ മാറട്ടെ.